പ്രവൃത്തിയെ നീ ജീവിപ്പിക്കണം. ഇന്ന് ഇതിനകത്തിരിക്കുന്ന ആരെങ്കിലും എന്റെ കുറെ സമയം പോയി പാസ്റ്ററെ, എന്റെ കുറെ വർഷങ്ങൾ വെറുതെ പോയി എന്ന് പറയുന്ന ആരെങ്കിലും ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, നിനക്ക് നഷ്ടപ്പെട്ട സൻവത്സരത്തോട് എന്റെ ദൈവം സൻവത്സരങ്ങളെ ചേർത്ത് മുന്നാൻ പോവുകയാണ്. ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു ഇന്ന് രാത്രിയിൽ നിനക്ക് നഷ്ടപ്പെട്ട വർഷങ്ങളെയും മണിക്കൂറുകളെയും സമയങ്ങളെയും അവസ്ഥകളെയും മുഴുവൻ നിന്റെ ജീവിതത്തിൽ മടക്കി തന്ന് എന്റെ ദൈവം മകനിക്കുമെന്ന് രാത്രിയിൽ ആത്മാവ് നിന്നോട് പ്രവചിക്കുകയാണ്. രണ്ടാം അധ്യായത്തിൽ എന്നാ ഉണ്ടായി? രണ്ടാം അധ്യായത്തിൽ ദൈവത്തിന്റെ മറുപടി ഉണ്ടായി. ഒന്നാം അധ്യായത്തിൽ എന്നായിരുന്നു സീൻ? ഒന്നാം അധ്യായത്തിൽ ദൈവം നിശബ്ദനായി. പുള്ളി തന്നെ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, എന്താ ഇങ്ങനെ? അപ്പൊ ദൈവത്തിന്റെ മറുപടി നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയണമെങ്കിൽ ഹബക്കൂക്ക് 2:1 വാക്യം മാത്രം. I will stand upon my watch. ഞാൻ കൊത്തളത്തിൽ കാവൽ കത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യുമെന്ന് ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്യുകയാണ്. അതിനു വേണ്ടി സ്ഥലം വിട്ടു പോകല്ല. ആരെങ്കിലും ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ? ഏതെങ്കിലും വിഷയത്തിന് വേണ്ടി നീ പ്രാർത്ഥനയ്ക്ക് പോയിട്ട് നടക്കാത്ത എന്നാ, നിന്റെ പിള്ളേരുടെ കല്യാണം നടക്കാത്ത എന്നാ, നിനക്ക് അത്ഭുതം സംഭവിക്കാത്ത എന്നാ, നിന്റെ ജീവിതത്തിൽ നന്മയുണ്ടാകാത്ത എന്നാ, നീ ഗതി പിടിക്കാത്ത എന്നാ എന്ന് നിന്നോട് ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ, നീ സൗഖ്യമാകാത്ത എന്നാ, നിനക്ക് മക്കളുണ്ടാകാത്ത എന്നാ, നിന്റെ കല്യാണം നടക്കാത്ത എന്നാ എന്നൊക്കെ ചോദിക്കുന്നെങ്കിൽ, ഇതും കേട്ടോണ്ട് വല്ലവനും പറയുന്ന കേട്ടോണ്ട് ഈ സംഭവം പുസ്തകം വെച്ച് വിശ്വാസവും അടിയറവും വെച്ച് പുറകോട്ട് പോകരുത്. സാറയുടെ ഗർഭപാത്രത്തിന്റെ നിർജീവത്വം ഗ്രഹിച്ചിട്ടും തന്റെ ശരീരം ക്ഷയിച്ചെന്നറിഞ്ഞിട്ടും അവിശ്വാസത്തിൽ സംശയിക്കാതെ വിശ്വാസത്തിൽ ശക്തിപ്പെട്ട് വാഗ്ദത്തം ചെയ്തവൻ പ്രവർത്തിക്കാൻ ശക്തനെന്ന് ഉറച്ചവനെ വിശ്വാസികളുടെ പിതാവാക്കി ചരിത്രത്തെ തിരിച്ചൊരു ദൈവം ഇന്ന് രാത്രിയിൽ ഉണ്ടെങ്കിൽ ആ ദൈവം ഇന്ന് പ്രവർത്തിക്കുന്നതാണ്. അബ്രഹാമിന് കല്ലുകളിൽ നിന്ന് തലമുറകളെ എഴുന്നേൽപ്പിക്കാൻ കഴിവുള്ള കർത്താവിന് അതാ പ്രവാചകൻ പറഞ്ഞത്. പ്രവാചകനോട് ദൈവം പറഞ്ഞത്, അത് വൈകിയാലും വരും നിശ്ചയം. അടുത്തിരിക്കുന്ന കൈകൊടുത്ത് പറയുന്നത് ഉറപ്പുള്ളൊരു കാര്യമാണ്. ഇത് ഉറപ്പുള്ള കാര്യമാണ്. ഇത് ഉറപ്പുള്ള കാര്യമാണ്. ദൈവത്തിന് വേണ്ടി, അവന്റെ വചനത്തിന് വേണ്ടി കാത്തു നിന്ന, സ്റ്റാൻഡ് ചെയ്ത ഏതെങ്കിലും ഒരു കുടുംബം, ഒരു കൊച്ച്, ഒരു ചെറിയ കുഞ്ഞ്, ഒരു വല്യപ്പച്ചൻ, ഒരു വല്യമ്മച്ചി, ആരെങ്കിലും ഇതിനകത്തുണ്ടെങ്കിൽ എന്നെ മാനിക്കുന്നവനെ ഞാനും മാനിക്കുമെന്ന് പറഞ്ഞവനത് ചെയ്തിരിക്കും. മൂന്നാം അധ്യായത്തിന്റെ 1 വാക്യം എങ്ങനെ തുടങ്ങുന്നേ? വിഭ്രമരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. കണ്ടോ? ആള് വർഷത്തിലോട്ട് കയറി. 2 വാക്യം നോക്കിയേ. യഹോവേ, നിന്റെ കേൾവി കേട്ടു. ഞാനങ്ങ് ഭയപ്പെട്ടു. ഈ പുള്ളിയെ 1 അധ്യായത്തിൽ ചോദിച്ചേ, എവിടെയാ നാരായണൻ? ഈ പുള്ളിയെ